ഇറാൻ അമേരിക്ക യുദ്ധം ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടു കഴിഞ്ഞു അമേരിക്ക. ലോകത്ത് ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ശക്തിയായി വിചാരിക്കുന്ന അമേരിക്കയ്ക്ക് കിട്ടിയ അപ്രതീക്ഷിത തിരിച്ചടിയാണ് പശ്ചിമേഷ്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ യുറേനിയം അടക്കമുള്ള ധാതു സമ്പത്തിന് കാവലായിരിക്കുമെന്ന് റഷ്യ പ്രഖ്യാപിക്കുകയും സൈനികമായി അതിന് സഹായം ചെയ്ത് നൽകുകയും കൂടി ചെയ്തതോടെ അമേരിക്കയുടെ പതനം ഇറാനിൽ പൂർത്തിയായിരിക്കുകയാണ്. റഷ്യയുടെ അപ്രതീക്ഷിത എൻട്രിയാണ് യുദ്ധത്തെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചത്. കഴിഞ്ഞ ദിവസം ഇറാൻ പ്രതിരോധ മന്ത്രി അബ്ബാസ് അരാഗ്ചിയുമായിട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചർച്ച നടത്തിയിരുന്നു. പിന്നാലെയാണ് അതിനിർണായകമായ സൈനിക നീക്കം റഷ്യ നടത്തിയിരിക്കുന്നത്. റഷ്യ പൊതുമധ്യത്തിൽ ഇറാനെ സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഇസ്രായേലിന്റെ നെഞ്ചടിപ്പാണ് ഏറുന്നത്. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും ഇറാന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും സാധ്യമായതെല്ലാം റഷ്യ ചെയ്യുമെന്നാണ് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അറിയിച്ചിരിക്കുന്നത്. സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പുടിൻ ഈ നിലപാട് വ്യക്തമാക്കിയത്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് ആയത്തുള്ള സയ്യിദ് മുജ്തബ ഖമേനിയിൽ നിന്ന് തനിക്ക് സന്ദേശം ലഭിച്ചതായും പുടിൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇറാനിയൻ ജനത പുതിയ നേതൃത്വത്തിന് കീഴിൽ നിലവിലെ പ്രതിസന്ധികളെ അതിജീവിക്കുമെന്ന പ്രത്യാശയും പുടിൻ പ്രകടിപ്പിക്കുന്നുണ്ട്. അമേരിക്കയുടെ ഉപരോധങ്ങളെ വെല്ലുവിളിച്ച് പാകിസ്ഥാൻ ഇറാനിലേക്ക് പുതിയ വ്യാപാര പാതകൾ തുറന്നതും ഇറാന്റെ യുറേനിയം ശേഖരത്തിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സംരക്ഷണം പ്രഖ്യാപിച്ചതും അടക്കം നിർണായക ചുവടുവയ്പുകളാണ് നടക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരിട്ട് ഇടപെടുകയും ഇറാന്റെ 11 ടൺ വരുന്ന യുറേനിയം ശേഖരത്തിന് സംരക്ഷണം നൽകുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തത് അമേരിക്കൻ ഭരണകൂടത്തെ അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിച്ചിരിക്കുന്നുണ്ട്. ഇറാന്റെ കരുത്തുറ്റ സൈനിക നീക്കങ്ങളും പുതിയ കൂട്ടുകെട്ടുകളും അമേരിക്കയുടെ ഏകപക്ഷീയമായ ആധിപത്യം അവസാനിക്കുന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. ഇറാന്റെ ആയുധ ശേഖരം അമേരിക്കൻ സൈനികരിൽ ഹൃദയാഘാതം ഉണ്ടാക്കുമെന്ന തരത്തിലുള്ള മാധ്യമ വാർത്തകൾ വരെ വരുന്നത് ഇറാന്റെ സൈനികമായ കരുത്തിനുള്ള അംഗീകാരമായി കാണേണ്ടതുണ്ട്. ശത്രുവിന്റെ അത്രയും അടുത്ത് അവർ ഏറ്റവും ഭയക്കുന്ന ആ രഹസ്യായുധം ഇറാൻ വിന്യസിച്ചു കഴിഞ്ഞതായി വെളിപ്പെടുത്തിയിരിക്കുന്നത് നാവികസേന കമാൻഡർ റിയർ അഡ്മിറൽ ഷഹറാം ഇറാനിയാണ്. ഇറാന്റെ കരുത്തിനെ പരിഹസിച്ച ശത്രുക്കളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയെന്നും അമേരിക്കൻ വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കണ് നേരെ നടത്തിയ 7 മിസൈൽ ആക്രമണങ്ങൾ ഉൾപ്പെടെ 100ഓളം പ്രഹരങ്ങൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും കനത്ത ആഘാതമേൽപ്പിച്ചുവെന്നും ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. ഹോർമുസ് കടലിടുക്കിലെ ഗതാഗതം കർശനമായി നിയന്ത്രിച്ചുകൊണ്ട് ഇറാന്റെ കപ്പലുകൾ പിടിച്ചെടുക്കുന്ന അമേരിക്കൻ കടൽ കൊള്ളയ്ക്ക് അവസാന തുള്ളി രക്തം വരെ പോരാടി പ്രതികാരം ചെയ്യുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കൻ കരസേനയെ നേരിട്ട് വിന്യസിക്കാനും ഇറാന്റെ സിവിലിയൻ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് വ്യോമാക്രമണം നടത്താനുമുള്ള ട്രംപിന്റെ നീക്കങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമായാണ് വിലയിരുത്തുന്നത്. സമാധാനത്തിന്റെ ഭാഷയല്ല, മറിച്ച് യുദ്ധത്തിന്റെ പാതയാണ് അമേരിക്ക തെരഞ്ഞെടുത്തതെങ്കിൽ അതിന്റെ വില ഭീകരമായിരിക്കുമെന്ന് മുജ്തബ ഖമേനി മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ അഹങ്കാരത്തിന് പേർഷ്യൻ മണ്ണിൽ അന്ത്യകൂദാശ കുറിക്കപ്പെടുമെന്ന പ്രഖ്യാപനമാണ് ഇറാന്റെ പരമോന്നത നേതാവായ മുജ്തബ ഖമേനിയിൽ നിന്നുണ്ടാകുന്നത്. ഇറാന്റെ അത്യാധുനികമായ മിസൈൽ ശേഷിയും ആണവ സാങ്കേതിക വിദ്യയും വെറും സൈനിക ഉപകരണങ്ങളല്ല, മറിച്ച് 90 ദശലക്ഷം വരുന്ന ഇറാനികളുടെ ആത്മാഭിമാനത്തിന്റെ ചിഹ്നങ്ങളാണെന്നാണ് ഇറാൻ ലോകത്തോട് വിളിച്ചു പറയുന്നത്. പേർഷ്യൻ ഗൾഫിന്റെ ആഴങ്ങളിൽ അധിനിവേശകർക്ക് അവരുടെ ശവക്കുഴികൾ മാത്രമേ കണ്ടെത്താനാകൂ എന്നും അന്ത്യകൂദാശയ്ക്കുള്ള സമയമായെന്നുമുള്ള മുന്നറിയിപ്പും ഇറാൻ നൽകുന്നുണ്ട്. അതിനൊപ്പം റഷ്യ കൂടി ചേരുന്നതോടെ അമേരിക്കയ്ക്ക് ശരിക്കുമുള്ള മരണ മുന്നറിയിപ്പ് കൂടിയാണ് മേഖലയിൽ നിന്ന് വെച്ച് നീട്ടുന്നത്.